എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുമായി അതായത് കോഴ്സിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. BSc നഴ്സിംഗിന് മാത്രമാണോ, അല്ലെങ്കിൽ എത്ര കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ എത്ര കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതും, എന്താണ് AMCS FNCK അതുപോലെ PNC MAC ഇവ എന്താണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവയിൽ എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നത് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടാകും. അപ്പോൾ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം LBS സെൻറ്റർ വഴിയാണ് നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുക. ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ ടോട്ടൽ 50% മാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതുമാണ് നിബന്ധനയായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 13ഓളം കോഴ്സുകളിലേക്കാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. BSc നഴ്സിംഗ് അതുപോലെ തന്നെ ഈ ഒരു MLT അതായത് ലാബ് ടെക്നോളജി കോഴ്സാണ് ഈ ഒരു MLT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MIT അതായത് ഇമേജിംഗ് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് കാർഡിയോ വസ്കുലർ ടെക്നോളജി ഉണ്ട്, അതായത് BCVT എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏകദേശം കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും കോഴ്സുകളാണുള്ളത്. അതായത് BSc ഡയാലിസിസ് ടെക്നോളജി നഴ്സിംഗ്, അതുപോലെ BSc ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതായത് BSc MLT, അതുപോലെ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി MRT, അതുപോലെ തന്നെ BSc പെർഫ്യൂഷൻ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അതായത് BSLP, അതുപോലെ കാർഡിയോ വസ്കുലർ ടെക്നോളജി അതായത് BCVT, അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി MIT, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ ടെക്നോളജി അതായത് BOT, അതുപോലെ ഈ ഒരു ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPT, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി. അപ്പോൾ ഇത്രയും കോഴ്സുകളിലേക്കാണ് പ്രവേശനം നടത്തപ്പെടുക. അപ്പോൾ ഏതെങ്കിലും കോഴ്സുകൾ എക്സ്ട്രാ വരികയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ പ്രോസ്പെക്ടസിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനാവുമ്പോഴാണ് ബാക്കിയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നഴ്സിംഗ് അലോട്ട്മെൻറ്റും അതിനുശേഷം പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റുകളുമാണ് ആരംഭിക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള കോളേജുകൾ അതുപോലെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കോളേജുകളിലേക്കും ഓപ്ഷൻ വെക്കാം. ഇത്ര മാത്രമേ വെക്കാൻ പറ്റൂ എന്നുള്ള ലിമിറ്റൊന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് എന്താണ് AMCS FNCK അതുപോലെ PNC MAC എന്നിവ. അത് ഓരോ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളുടെ അസോസിയേഷനുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു അസോസിയേഷനുകളിലേക്കുള്ള അതായത് ഈ അസോസിയേഷൻ കീഴിലുള്ള കോളേജുകളിലെ സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റുകൾ, അതായത് AMCS FNCK ആണെങ്കിൽ AMCS FNCKയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. PNC MAC ആണെങ്കിൽ PNC MAC. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കേണ്ടത്. ആ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ വരുന്നത്, അതായത് +2 റിസൾട്ട് വന്ന ശേഷമാണ് അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുക. ആ ഒരു ഘട്ടത്തിൽ ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ LBSൽ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ രജിസ്ട്രേഷനും അതുപോലെ ഫീ പേയ്മെൻറ്റും ചെയ്ത് പിന്നീട് കോളേജുകൾ വരുന്ന സമയത്ത് ഓപ്ഷനുകൾ നൽകുകയും അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അതത് കോളേജുകളിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് സഹിതം പോയിട്ട് അഡ്മിഷൻ എടുക്കുകയും അതുപോലെ ബാലൻസ് ഫീസ് എന്തെങ്കിലും കോളേജിൽ അടക്കാണ്ടെങ്കിൽ ആ ഒരു ഫീസ് അടക്കം അടച്ച് അഡ്മിഷൻ നേടുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇതുപോലുള്ള അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലും കോഴ്സുകൾക്കും പ്രയോറിറ്റി അതായത് മുൻഗണന നൽകിക്കൊണ്ട് ആ ഒരു കോളേജുകൾ ആദ്യം നൽകാനും ശ്രദ്ധിക്കുക.
കാരണം നിങ്ങൾ ഒരു 10 ഓപ്ഷൻ നൽകി അതിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ബാക്കി ഓപ്ഷനുകളൊക്കെ റദ്ദാകും. നിങ്ങളുടെ ഓപ്ഷൻ ഒരു 10ാമതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് നൽകിയതെങ്കിൽ പിന്നീട് അലോട്ട്മെൻറ്റിൽ ആ ഒരു കോളേജ് പരിഗണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ വർഷം ഈ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ആ ഒരു കോളേജുകൾ നേരിട്ട് പോയിട്ട് അലോട്ട്മെൻറ്റിനായിട്ട് ഓരോ ആപ്ലിക്കേഷൻ നൽകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് ഇനി വരുന്ന സമയത്ത് കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിരവധി കോഴ്സുകൾ ഉണ്ട്. BSc നഴ്സിംഗ് ഉൾപ്പെടെ നിരവധി കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ജോലി സാധ്യതയൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോ കോഴ്സും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. BSc നഴ്സിംഗ് കോഴ്സൊക്കെ ആണെങ്കിൽ എപ്പോഴും ജോലി സാധ്യതയുള്ള നല്ലൊരു കോഴ്സാണ്. അതായത് അബ്രോഡൊക്കെ നിങ്ങൾക്ക് ജോബ് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓരോ കോഴ്സ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും ആ ഒരു കോഴ്സ് നന്നായി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഒക്കെ എഴുതുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുറേ വർഷങ്ങളൊക്കെ അതായത് ചിലപ്പോൾ എടുക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് കോഴ്സുകളൊക്കെ ഈ ഒരു സെമസ്റ്റർ ബേസിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ചില സെമസ്റ്റർ നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം ചില എൻജിനീയറിങ്ങിൻ്റെ ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ MBBSൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാകും. അതായത് ഒരു സെമസ്റ്റർ അതായത് ഒരു നിശ്ചിത അതായത് ഫൈനൽ സെമസ്റ്ററിന് മുമ്പായിട്ട് ബാക്കിയുള്ള സെമസ്റ്ററിൽ നിന്നും ഉള്ള പേപ്പേഴ്സ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫൈനലായിട്ടുള്ള സെമസ്റ്റർ എഴുതാൻ പറ്റില്ല. ഈ ഒരു രീതിയിലൊക്കെ ചില നിബന്ധനകളൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ജോലി സാധ്യത ഉണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് എങ്ങനെയാണെന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അഥവാ ആ കോഴ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ലൊരു മാർക്കോടുകൂടി വിജയിക്കുന്നതിനും ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു LBS വഴി BSc നഴ്സിംഗ് അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് PNC MAC, AIMCS, FNJK ഇതുപോലുള്ള വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യുകയും ഫീസ് അടക്കുകയും അതുപോലെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ നൽകി പങ്കെടുക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അതായത് കോളേജുകൾ ജോയിൻ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, നിങ്ങൾക്ക് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിലെ അതായത് മെറിറ്റ് സീറ്റ് വഴി പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും സെയിം ഫീസ് തന്നെയാണ്. അതായത് ഏകദേശം ഒരു 73,000 സംതിങ്ങും അതുപോലെ 23,000 സംതിങ് സ്പെഷ്യൽ ഫീസും വരും. ടോട്ടൽ ഏകദേശം 1,00,000 വരും. അതുപോലെ ബാക്കി ചിലവുകളൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം 1,50,000 ഫീസ് വിദ്യാർത്ഥികൾക്ക് വരും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്, അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഫീസാണ് ആ ഒരു ഫീസ്. അപ്പോൾ ചില മാനേജ്മെൻറ്റ് കോളേജുകൾ അതേ ഫീസിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പ്രവേശനം നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്കും പ്രവേശനം നൽകുന്നത് LBS ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോളേജുകളിലെ സീറ്റുകളിലേക്ക് ഗവൺമെൻറ് നിശ്ചയിച്ച ഫീസാണ് ആ ഒരു 1,00,000 രൂപയുടെ അടുത്ത് വരുന്ന ആ ഒരു ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില മാനേജ്മെൻറ്റ് കോളേജുകൾ അതിൽ നിന്നും എക്സ്ട്രാ ഫീസൊക്കെ വാങ്ങിയിട്ട്, അതായത് പ്രൈവറ്റ് കോളേജിൽ എക്സ്ട്രാ ഫീസൊക്കെ വാങ്ങിയിട്ട് അഡ്മിഷൻ നടത്താറുണ്ട്. എന്നാൽ അധിക കോളേജുകളും അതായത് മാനേജ്മെൻറ്റ് കോളേജും ഗവൺമെൻറ് നിശ്ചയിച്ച ആ ഒരു ഫീസ് തന്നെ ഈടാക്കിയിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ മാനേജ്മെൻറ്റ് കോളേജും LBS വഴി അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്ന എല്ലാ മാനേജ്മെൻറ്റ് അതായത് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുമുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും സെയിം ഫീസ് വരാനുള്ള കാരണം ഇതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജുകളും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താനായിട്ട് അത് അപേക്ഷ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ താല്പര്യമില്ലാത്ത കോളേജുകളും കോഴ്സുകളും നൽകാതെയും ഇരിക്കുക. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അതുപോലെ രജിസ്ട്രേഷൻ ടൈമിലും നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയം, അതായത് അലോട്ട്മെൻറ്റിലെ അപേക്ഷ വരുന്ന സമയം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. +2 റിസൾട്ട് വന്ന ശേഷമാണ് ഈ ഒരു നഴ്സിംഗ് അതുപോലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.